ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് വിജയുടെ റിലീസ് സിനിമയെ മെർസൽ സിനിമ കാണാൻ വന്നിരിക്കുന്നത്. ആസ് യൂഷ്വൽ ഏരീസ് പ്ലെക്സിൽ. അപ്പോൾ വിജയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ഇറങ്ങുന്ന സിനിമയാണ് മെർസൽ റിലീസ്. അപ്പോൾ എന്തായാലും വന്ന് കാണാമെന്ന് വിചാരിച്ചു, വന്ന് കണ്ടു. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് 4K എക്സ്പീരിയൻസ് ആണെന്ന് തോന്നുന്നു. 4K ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും റിലീസാണ്. അപ്പോൾ അതിനൊരു എക്സ്പീരിയൻസ് ഞാൻ വീഡിയോ ആയിട്ട് ഇടാൻ വിചാരിച്ചു. അപ്പോൾ ഇതിനു മുമ്പ് ഇട്ടത് ചോട്ടാ മുംബൈ റിലീസ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇതിൻ്റെയും കൂടെ റിലീസ് എക്സ്പീരിയൻസിനെ ഇടാം. രാവിലെ മോർണിംഗ് ഷോ ആണ് ഞാൻ ബുക്ക് ചെയ്ത് 8 മണിക്കുള്ള ഷോ. ബാക്കി നോക്കിയപ്പോൾ രാത്രി ഉള്ളൂ ഏരീസ് പ്ലെക്സിൽ ഓഡിയോണുള്ള. അപ്പം എന്തായാലും രാവിലത്തെ 8 മണിക്കുള്ള ഷോ ഓഡിയോണിലായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ കയറി അങ്ങ് ബുക്ക് ചെയ്തു. അപ്പം നമുക്ക് ഇനി തിയേറ്ററിൻ്റെ അകത്ത് കയറിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. അങ്ങനെ കേസ് ഞാൻ തിയേറ്ററിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഓഡിയോൺ ഫുൾ ഹൗസ്ഫുള്ളാണെന്ന്. അപ്പോൾ മൊത്തത്തിൽ ഫാൻസിൻ്റെ ഇളകിമറിയിലായിരിക്കും ഓഡിയോണിൽ. അപ്പോൾ ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ അത്യാവശ്യം ബുക്കിംഗ് ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇവിടെ ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് ഫുൾ ഹൗസ്ഫുള്ളാണ് ഷോ. റിക്ലൈനർ വരെ ഹൗസ്ഫുള്ളാണ്. അപ്പോൾ എന്തായാലും അത്ര ഇനി ഫാൻസുകാരുടെ ഇളകി മറിയിലായിരിക്കും ഈ തിയേറ്റർ മൊത്തം. മിക്കവാറും ഫസ്റ്റ് ഷോയും കൂടെ അല്ലേ. അപ്പോൾ എന്തായാലും വേറെ ലെവലായിരിക്കും. ഈ സിനിമ ഫസ്റ്റ് ഇറങ്ങിയ സമയത്ത് എനിക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു. എനിക്ക് പരീക്ഷ എക്സാമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ ടൈമിൽ കാണാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് അന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ടി വിയിലൊക്കെ കാണുമ്പോൾ ഇതൊന്ന് റിലീസ് ചെയ്തിരുന്നെങ്കിലോ. അപ്പോൾ എന്തായാലും റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്തായാലും ഇട്ടേക്കാം. അപ്പോൾ നമുക്കിനി ഇൻ്റർവെല്ലായിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ഞാൻ മാക്സിമം ചെറിയ ക്ലിപ്സൊക്കെ ഇടാൻ നോക്കാം. കോപ്പിറൈറ്റ് വീഴല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം ഇതിനു മുമ്പ് ഇറങ്ങി ചോട്ടാ മുംബൈന് ഇട്ടപ്പോൾ എനിക്ക് ഒരു കോപ്പിറൈറ്റ് അടിച്ചായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ എഡിറ്റ് ചെയ്ത് ഇട്ടത് ആ വീഡിയോ. അപ്പോൾ എന്തായാലും ഇതിലെങ്കിലും കോപ്പിറൈറ്റ് വീഴല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ നമുക്കിനി ഇൻ്റർവെല്ലായിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. இங்க முன்னாடி உட்கார்ந்துட்டு இருக்கிறது അങ്ങനെ കേസ് പടം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിരിക്കുകയാണ്. എന്ത് പറയും, എൻ്റെ റിവ്യൂ പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇത് ഇറങ്ങിയ സിനിമയല്ലേ. അതുകൊണ്ട് ഞാനിത് എത്ര തവണ കണ്ടെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ഞാൻ മിക്ക ദിവസം കൈരളിയിൽ വെച്ചാൽ ഇതിൻ്റെ മലയാളം ഡബ്ബാണ് കാണാറുള്ള. തമിഴ് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. തമിഴിനെ കുറച്ച് പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. എന്നാലും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള മലയാളം ഡബ്ബാണ്. അപ്പോൾ മലയാളം ഡബ്ബ് കാണുമ്പോൾ വിചാരിക്കുക ഈ കൈരളിയുടെ ഡബ്ബിങ് കൂടെ ഇല്ലേ. അപ്പോൾ എന്തായാലും അതിൻ്റെ ശോകമായിരുന്നു കൈരളി ഡബ്ബിങ്. പക്ഷേ ഇത് തമിഴിൽ കണ്ടപ്പോൾ വേറെ ലെവലായിരുന്നു. അതുപോലെ തന്നെ തിയേറ്റർ എക്സ്പീരിയൻസും ഗംഭീരമെന്ന് തന്നെ പറയാം. മലയാളത്തിനേക്കാളും ഗംഭീരം തമിഴ് തന്നെയാണ്. അതങ്ങനെ പറയേണ്ട ആവശ്യമില്ല. തമിഴ് തന്നെയാണ് ഗംഭീരം. അതിൻ്റെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് വേറെ ലെവലുണ്ടായിരുന്നു. ഫാൻസുകാരൊക്കെ ഇളകി മറിയായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ചോട്ടാ മുംബൈ ആയിരുന്നു ഇത്രയും ഫാൻസ് ഇളകി മറിഞ്ഞൊരു ഏരീസ് പ്ലെക്സിൽ കാണുന്നത്. എന്തായാലും ഈ സിനിമയിലും ഫുൾ ഇളകി മറിയായിരുന്നു ഫാൻസുകാർ. ഈ മിക്ക റിക്ലൈനർ സെക്ഷനിൽ നിന്നും ഗോൾഡ് സെക്ഷനിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാർ ഓടി ഫ്രണ്ട് സീറ്റിൻ്റെ അവിടെ വന്ന് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു ഈ ഷോയ്ക്ക്. ഫുൾ ഡാൻസ് കളിയായിരുന്നു. ഒരു പാട്ടും ഓരോ മാസ് സീൻ വരുമ്പോഴൊക്കെ ഫുൾ ഫാൻസുകാർ ഇളകി മറിയായിരുന്നു. എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് ഗംഭീരമെന്ന് തന്നെ പറയാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്കിനി ബാക്കിയും കൂടെ കണ്ടിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. மூதேவி டென்ஷன்ல வளர கரெக்டா சொல்லு. அங்க இருந்து மாறங்களடா வெட்டு
അങ്ങനെ ഇഷ്ടപ്പെട്ട സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. എന്ത് പറയാം, എനിക്ക് എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഈ സിനിമ തിയേറ്ററിൽ വന്ന് കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ തിയേറ്ററിൽ വന്ന് കണ്ടപ്പോൾ എനിക്ക് ആ തിയേറ്റർ എക്സ്പീരിയൻസ് എന്തായാലും വർക്കൗട്ട്, എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഇത് വിജയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ഇറക്കിയ സിനിമയും കൂടെയാണ് മെർസൽ. അപ്പോൾ അതെന്തായാലും കൊള്ളായിരുന്നു. ഫസ്റ്റ് ഷോ തന്നെ ഹൗസ്ഫുള്ളായിരുന്നു. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു ആ ഒരു എക്സ്പീരിയൻസ്. തിയേറ്റർ എക്സ്പീരിയൻസ് ആയാലും സൗണ്ടായാലും എന്തുകൊണ്ടും ഗംഭീരമായിരുന്നു. തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ടായിരുന്നു, ആ ഫാൻസിൻ്റെ കൂടെ കാണുമ്പോൾ പ്രത്യേകിച്ച്. അപ്പോൾ എന്ത് പറയുക, എനിക്ക് റിലീസ് സിനിമ ഇങ്ങനെ കാണാൻ എനിക്ക് ഇഷ്ടമുണ്ട്, അതുകൊണ്ടാണ് വന്ന് കണ്ടത്. അപ്പോൾ അതിൻ്റെ റിവ്യൂവും കൂടെ ഇട്ടിട്ടുണ്ട്. റിവ്യൂ എല്ലാവരും എക്സ്പീരിയൻസാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിലൊക്കെ തന്നെ ഞാൻ മിക്ക സിനിമയുടെ റിവ്യൂ ഇടാൻ നോക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം.